മാങ്കൂട്ടത്തിനെതിരെ ഇന്നും വലിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വഴി നീളെ മുട്ടയേറായിരുന്നു. കോടതിക്ക് മുന്നിൽ വെച്ചും ആശുപത്രി പരിസരത്തുമൊക്കെ പ്രവർത്തകർ മുട്ടയെറിഞ്ഞ് പ്രതിഷേധിക്കുന്നതും കണ്ടു. പോലീസ് വാഹനം തടഞ്ഞും കോടതിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തിയും യുവജന സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. റഹീസ് റഷീദാണ് ചെയ്തത്. റഹീസ്, രാഹുലിനെ കൊണ്ട് എപ്പോൾ പോലീസ് സംഘം പുറത്തിറങ്ങിയോ അപ്പോഴെല്ലാം ചീമുട്ടേറിയുകയായിരുന്നു. വലിയ രീതിയിൽ പ്രതിഷേധം കണ്ടു. ഏറെ പണിപ്പെട്ടാണ് വൈദ്യപരിശോധന പൂർത്തിയാക്കിയതും കോടതിയിൽ എത്തിച്ചതും കോടതിയിൽ നിന്ന് കൊണ്ടുപോയതുമൊക്കെ. വിനിത, രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര ജയിലിന് പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് AR ക്യാമ്പിലേക്ക് കയറ്റുന്നത് വരെ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഡിവൈഎഫ്ഐയും യുവമോർച്ചയുമാണ് പ്രതിഷേധം നടത്തിയത്. ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ. അവർ രാഹുലിന് ഒരു പൂവൻകോടിയുടെ ചിത്രം വെച്ച ട്രോഫി സമ്മാനിക്കാനുള്ള ശ്രമം നടത്തി. പലതരത്തിൽ ഡയലോഗുകൾ എഴുതിയ ഫ്ലെക്സുകൾ എല്ലാ സ്ഥലത്തും രാഹുൽ വരുന്ന സ്ഥലത്ത് വെക്കുന്നത് കണ്ടു. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം കടന്നു വരുന്ന സമയത്ത്, രാഹുലിനെ പുറത്തിറക്കുന്ന സമയത്ത് ചീമുട്ടകൾ പലതവണ പല സ്ഥലത്തു നിന്നായി എറിയുന്ന കാഴ്ചകൾ കണ്ടു. പോലീസ് അത് നേരത്തെ തന്നെ കരുതി കൂട്ടിയിരുന്നു എന്ന് മനസ്സിലാക്കണം. കാരണം ജയിലിൽ നിന്ന് പുറത്തിറക്കുന്ന സമയത്തും ജില്ലാ ആശുപത്രിയിൽ നിന്നും കോടതിയിൽ നിന്നും പുറത്തിറക്കുന്ന സമയത്തും പോലീസ് അവരുടെ ഷീൽഡ് വെച്ച് കല്ലും മുട്ടയും വരുന്നത് തടുക്കാനുള്ള ശ്രമം നടത്തി. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ മേത്തും മാധ്യമപ്രവർത്തകരുടെ ശരീരത്തിലുമൊക്കെ ചീമുട്ട വീഴുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് വാഹനത്തിൽ കയറ്റിയതിനു ശേഷവും അദ്ദേഹം ഇരിക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ നിരവധി തവണ ചീമുട്ട എറിയുന്ന കാഴ്ചയും ഇന്ന് കണ്ടു. വിനിത, ശരി, ഏതായാലും വലിയ പ്രതിഷേധമാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നും ഇടത് യുവജന സംഘടനകളും യുവമോർച്ചയും പ്രതിഷേധിക്കുന്നത് കണ്ടു.